ആക്സിസിൻ്റെ ഒരു പുതിയ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹരികൃഷ്ണ. സോ നമ്മൾ 10th സ്റ്റാൻഡേർഡ് ICSE 10th സ്റ്റാൻഡേർഡ് അല്ല ആസിഡ് ബേസ് സോൾട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആസിഡ്സിനെ പറ്റിയും ബേസിസിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെ അതിനെ ആസിഡിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ബേസിനെ നമുക്ക് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഈ മോഡ്യൂളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സോൾട്ട് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. മൂന്നാമത്തെ ടൈപ്പ് കോമ്പൗണ്ട് സോൾട്ടാണ്. ഓക്കെ, നമുക്ക് ആദ്യം സോൾട്ടിൻ്റെ ഡെഫിനിഷൻ നോക്കാം. സോൾട്ട് ഈസ് എ കോമ്പൗണ്ട് ഫോംഡ് ബൈ പാർഷ്യൽ ഓർ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റംസ് ഓഫ് ആൻ ആസിഡ് ബൈ മെറ്റാലിക് ഓർ അമോണിയം അയൺസ്. അതായത് മെറ്റാലിക് അയൺസിനെ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അമോണിയം അയൺസിനെ ഉപയോഗിച്ചിട്ടോ ഒരു ആസിഡിനകത്തുള്ള ഹൈഡ്രജൻ ആറ്റംസിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ, കംപ്ലീറ്റ് ആയിട്ട് പാർഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് നടത്താനും വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ അയണൈസബിൾ ആയിട്ടുള്ള ഹൈഡ്രജനെ കംപ്ലീറ്റ് ആയിട്ടോ പാർഷ്യലായിട്ടോ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇരിക്കുന്ന ക്രിയേറ്റ് ചെയ്യുന്ന കോമ്പൗണ്ടിനെയാണ് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നൊരു സിമ്പിൾ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. കൺസിഡർ സൾഫ്യൂരിക് ആസിഡ് H2SO4 ഹൈഡ്രജനുള്ള ഒരു ആസിഡാണ്. സോ അതിനകത്ത് ഞാൻ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഡിയം നൈട്രേറ്റ് ആഡ് ചെയ്യുകയാണ്, വിച്ച് ഈസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഏജൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഈ ഇരിക്കുന്ന കണ്ടീഷൻ, ഈ ഇരിക്കുന്ന റിയാക്ഷൻ നടക്കുന്ന ടെമ്പറേച്ചർ എന്നത് 200 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ്, 200 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റ് ആണ്, NaHSO4 പ്ലസ് HNO3 ആയിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. സിമിലർലി ഈ സെയിം റിയാക്ഷൻ, അതായത് H2SO4നെ ഞാൻ സോഡിയം നൈട്രേറ്റുമായിട്ട് തന്നെ റിയാക്ട് ചെയ്യിക്കുകയാണ്. അവിടെ ഒരു സോഡിയം നൈട്രേറ്റ് എടുത്തതിന് പകരം ഇവിടെ ഞാൻ 2 സോഡിയം നൈട്രേറ്റ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 200 ഡിഗ്രി സെൽഷ്യസിന് മേളിലായിരിക്കും, 200 ഡിഗ്രി സെൽഷ്യസിന് മേളിലുള്ള ടെമ്പറേച്ചറാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഡൈസോഡിയം സൾഫേറ്റ് ആയിരിക്കും കിട്ടുക, Na2SO4 പ്ലസ് 2HNO3 ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കാനുള്ളത്, ഇവിടെ നിന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ ചിലർ ശ്രദ്ധിച്ച് കാണും, ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു അസിഡിക് സാൾട്ടും ഇവിടെ എന്ന് പറയുന്നത് നോർമൽ സാൾട്ടാണ്. അതായത് ഇതിൻ്റെ pH എന്ന് പറയുന്നത് കുറച്ചുകൂടി താഴോട്ടായിരിക്കും നിൽക്കുക. ന്യൂട്രൽ pH കിട്ടേണ്ട സൈസ് ആണെങ്കിലും ഇത് കുറച്ചും കൂടി അസിഡിക് സൈഡിലായിരിക്കും നിൽക്കുക, ബിക്കോസ് ഇറ്റ് ഹാസ് 1 more ഹൈഡ്രജൻ ആറ്റം വിച്ച് ഈസ് അയണൈസബിൾ. അപ്പോൾ ഇൻ എനി കേസ് വി ആർ ബോത്ത് ഗെറ്റിംഗ് സോൾട്ട് ഇൻ ദീസ് 2 ഇക്വേഷൻസ്. ഈ 2 കേസുകളിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, പിന്നെ 2 കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ 2 സ്ഥലത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള H2SO4 ആണ് നമ്മൾ 2 സ്ഥലത്തും ആഡ് ചെയ്യുന്നത്. സോ ഇതാണ് മെയിൻ കാര്യം. ഇനി നമ്മൾ സോൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന മെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്, ഒരു ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോൾട്ട് പ്ലസ് വാട്ടർ ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഓക്കെ, ഉദാഹരണമായിട്ട് നമ്മൾ HCl പ്ലസ് ഒരു ആസിഡ് നമ്മൾ എടുക്കുകയാണ്, NaOH നമ്മൾ എടുക്കുകയാണ്, സോഡിയം ഹൈഡ്രോക്സൈഡും സൾഫ്യൂരിക് ആസിഡും കൂടെ മിക്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് NaCl പ്ലസ് H2O വാട്ടറും ആയിരിക്കും നമുക്ക് കിട്ടുക. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. സോ ഇതാണ് ആസിഡ്സിൻ്റെ ബേസിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇനി പറയാൻ പോകുന്നത്, സോൾട്ടിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. വാട്ട് ആർ ദി കോമൺ ക്ലാസിഫിക്കേഷൻസ് ഫോർ എ സോൾട്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. സോ ക്ലാസിഫിക്കേഷൻസ്. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നോർമൽ സാൾട്ടുകളാണ്. ഓക്കെ, വി ഹാവ് എ നോർമൽ സാൾട്ട്. അപ്പോൾ നോർമൽ സാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമൽ സാൾട്ട്സ് ആർ ദ സാൾട്ട്സ് ഫോംഡ് ബൈ കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ദി അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റം ഓഫ് ആൻ ആസിഡ് ബൈ മെറ്റാലിക് ഓർ അമോണിയം അയോൺസ്. അതായത് മെറ്റാലിക് അല്ലെങ്കിൽ അമോണിയം അയോൺസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ആസിഡിൻ്റെ ഹൈഡ്രജനെ അയണൈസബിൾ ആയിട്ടുള്ള ഹൈഡ്രജനെ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് സോൾട്ട് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഹൈഡ്രജൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മളതെന്ന് പറയുന്നത് നോർമൽ സാൾട്ടുകൾ എന്ന് പറയുന്നത്. നോർമൽ സാൾട്ട് മിക്കവാറും കേസിലെല്ലാം നമുക്ക് ഉണ്ടാകുന്ന നോർമൽ സാൾട്ടുകളായിരിക്കും നമുക്ക് മിക്കവാറും കേസിലെല്ലാം ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നത്. ചില കേസുകളിൽ എന്താണ് ആസിഡിക് സാൾട്ടുകൾ ക്രിയേറ്റ് ചെയ്യുമെങ്കിലും കൂടുതൽ കേസിൽ എന്തായിരിക്കും നമുക്ക് കിട്ടുക, നോർമൽ സാൾട്ടുകളായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട്
വി ഹാവ് HCl ഹൈഡ്രജൻ സൾഫ്യൂരിക് ആസിഡ് പ്ലസ് NaOH സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? NaCl പ്ലസ് H2O. സോ ദിസ് ഈസ് എ നോർമൽ സാൾട്ട്. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താണ്? NaCl എന്ന് പറയുന്നത് നോർമൽ സാൾട്ടാണ്. ഇതുപോലെ തന്നെ എന്താണ് HCl നമ്മൾ എന്തായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു? KOH ആയിട്ട് റിയാക്ട് ചെയ്യുന്ന പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിച്ചാലും നമുക്ക് എന്ത് കിട്ടും? പൊട്ടാസ്യം ക്ലോറൈഡ് പ്ലസ് KCl പ്ലസ് വാട്ടർ നമുക്ക് കിട്ടും. സോ ഈ കേസിലൊക്കെ എന്താണ്? ഇത് നോർമൽ സാൾട്ടുകളാണ് എന്ന് പറയാം, നോർമൽ സാൾട്ട് എന്ന് പറയാം. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇനി നോർമൽ സാൾട്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സാൾട്ടുകളിൽ എന്തുണ്ടാവത്തില്ല? ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവത്തില്ല. ഓക്കെ, നോർമൽ സാൾട്ടുകളുടെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വി ഹാവ് സോഡിയം കാർബണേറ്റ് Na2CO3, സോഡിയം ഫോസ്ഫേറ്റ് ട്രൈസോഡിയം ഫോസ്ഫേറ്റ്, വി ക്യാൻ സേ ട്രൈസോഡിയം കാർബണേറ്റ് എന്ന് പറയാം. സോ സിമ്പിളി കാർബണേറ്റ് എന്ന് പറയാം. നെക്സ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ് CH3COONA. ദിസ് ഈസ് സോഡിയം അസറ്റേറ്റ് എന്നാണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര്, വിച്ച് ഈസ് എ കോമൺ ആസിഡ് വി ക്യാൻ ഗെറ്റ് ഫ്രം ആഡിങ് CH3COOH, വിച്ച് ഈസ് അസറ്റിക് ആസിഡ് പ്ലസ് സോഡിയം ഹൈഡ്രോക്സൈഡ്. രണ്ടും കൂടി റിയാക്ട് ചെയ്യിച്ചാൽ എന്തായിരിക്കും കിട്ടുക? നമുക്ക് CH3COONA, വിച്ച് ഈസ് എ സോൾട്ട് പ്ലസ് വി വിൽ ഗെറ്റ് വാട്ടർ. ഓക്കെ, ഓർഗാനിക് കോമ്പൗണ്ട്സിലും ഈ സെയിം കാര്യം തന്നെയാണ്. ആസിഡ് പ്ലസ് ബേസ് ഗീവ്സ് സോൾട്ട് പ്ലസ് വാട്ടർ. സോ നമുക്കൊരു നോർമൽ സാൾട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി സാൾട്ടിൻ്റെ അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ക്ലാസിഫിക്കേഷൻസിൻ്റെ കൂട്ടത്തിൽ പെടുന്നതാണ്. സോ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അസിഡിക് സാൾട്ടുകളാണ്. അസിഡിക് സാൾട്ട് എന്ന് പറഞ്ഞാൽ അസിഡിക് സോൾട്ട്സ് ആർ ഫോംഡ് ബൈ പാർഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റംസ് ഓഫ് എ പോളി ബേസിക് ആസിഡ് ബൈ എ മെറ്റൽ ഓർ അമോണിയം അയൺ. അത് അമോണിയം അയൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മെറ്റൽസ് ഉപയോഗിച്ചിട്ടോ പാർഷ്യലായിട്ട് ഹൈഡ്രജൻ ആറ്റംസിനെ റിമൂവ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന കോമ്പൗണ്ടുകളെ അല്ലെങ്കിൽ അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന സാൾട്ടുകളെയാണ് നമ്മൾ അസിഡിക് സാൾട്ടുകൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ നേരത്തെ എഴുതിയതാണ്. സൾഫ്യൂരിക് ആസിഡിനെ സോഡിയം ക്ലോറൈഡ് വിത്ത് NaCl റിയാക്ട് ചെയ്യിക്കുന്നു, വിച്ച് ഈസ് ഇൻ എ ടെമ്പറേച്ചർ ലെസ് ദാൻ 200 degrees Celsius, വിച്ച് വിൽ ലീഡ് സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റ് NaHSO4 പ്ലസ് HCl നമുക്ക് കിട്ടും. ഇനി ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആസിഡ് സാൾട്ടുകൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളുണ്ടെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ബേസ്, അതായത് ആസിഡ് നമ്മൾ റിയാക്ട് ചെയ്യിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ബേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്യുന്ന ബേസിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ബേസല്ല, നമ്മൾ കൊടുക്കുന്ന ബേസ് എന്ന് പറയുന്നത് ഇൻസഫിഷ്യൻ്റ് ആണ്. അതായത് അതിൻ്റെ എമൗണ്ട് ഇൻസഫിഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കത്തില്ല? ഒരു ആസിഡിൻ്റെ കംപ്ലീറ്റ് ന്യൂട്രലൈസേഷൻ പോസിബിൾ ആവത്തില്ല. ഇങ്ങനെ ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആസിഡിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബേസ് നമ്മൾ സപ്ലൈ ചെയ്തിരിക്കണം. ഇപ്പോൾ നമ്മൾ അങ്ങനെ സപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും? ആസിഡിൻ്റെ കംപ്ലീറ്റ് ന്യൂട്രലൈസേഷൻ നടക്കത്തുമില്ല. എന്താണ്? ആസിഡിൽ നിന്ന് ഹൈഡ്രലൈസബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ റിമൂവ് ആയി പോകത്തില്ല. സോ അത്തരത്തിലുള്ള കേസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അസിഡിക് സാൾട്ടുകളായിരിക്കും. എക്സാമ്പിൾ എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രജൻ സൾഫൈറ്റ് NaHSO3 ആണ്. അതുപോലെ തന്നെ കോമ്പൗണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ Na2HPO4 സോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആണ്. അതുപോലെ തന്നെ സോഡിയം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റും ഇതിന് എക്സാമ്പിളാണ്. ഒന്നുകൂടി പറയാം, സോഡിയം ഹൈഡ്രജൻ സൾഫൈറ്റ്, ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്, സോഡിയം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. ഓക്കെ, കോമ്പൗണ്ടുകൾ അത്രയും പേര് പറഞ്ഞിരിക്കുന്നു. കോമ്പൗണ്ടുകളുടെ പേര് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. കുറച്ച് കാലം മുമ്പ് പറഞ്ഞു തന്നെയാണ്. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. കോമ്പൗണ്ടുകളുടെ പേര് പഠിക്കുന്നതിനേക്കാൾ ഈ കാര്യങ്ങൾ ഈ ഫോമുല പഠിച്ചു വെച്ചിട്ട് അത് ഓർത്തിരിക്കുന്നതാണ് ബെറ്റർ. കാര്യം എന്താണ്? നമുക്ക് കുറച്ച് നീളത്തിൽ എഴുതുകയും ചെയ്യാം, കോമ്പൗണ്ടിൻ്റെ പേര് കൃത്യമായിട്ട് അറിയുകയും ചെയ്യും. ഇത് പഠിക്കാൻ എളുപ്പമാണ്. ഈ ഫോർമുല പഠിക്കാൻ എളുപ്പമാണ് പേര് ഓർത്ത് വെക്കുന്നതിനേക്കാൾ. പേരിൻ്റെ എന്താണ് കറക്റ്റ് പറഞ്ഞാൽ അതിൻ്റെ നോമൻക്ലേച്ചർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. നെയിമിങ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്, ജസ്റ്റ് റെഫർ. നമ്മൾ പറഞ്ഞാണ് സൾഫൈറ്റ് എങ്ങനെ വരുന്നു, സൾഫൈറ്റ് എങ്ങനെ വരുന്നു, പെർക്ലോറേറ്റ് എങ്ങനെ വരുന്നു, അതുതന്നെ ഹൈപ്പോക്ലോറൈറ്റ് എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞതാണ്. സോ അത് വെച്ചുകൊണ്ട് നോക്കിയാൽ നമുക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം. സോ ഇത് സൾഫേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ 4 ആയിരിക്കണം. സൾഫേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കം സൾഫൈറ്റ്. 2 ആണെന്നുണ്ടെങ്കിൽ സൾഫൈറ്റ് ആയിട്ട് മാറും. ഒരെണ്ണം കൂടെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ്? ഹൈപ്പോ സൾഫൈറ്റ് ആയിട്ടും ഇത് മാറും. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ് എങ്ങനെയാണെന്നുള്ളത്. ഒന്നും കൂടി എടുത്ത് നോക്കുക. ഇപ്പോൾ പറയാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി പറയുന്നില്ല, നിങ്ങളത് ജസ്റ്റ് റെഫർ ചെയ്തിരുന്നാൽ മതി. സോ അതുപോലെ തന്നെ ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ. സോ അസിഡിക് സാൾട്ട് പറഞ്ഞതിൻ്റെ കൂടെ നമുക്കൊരു ടൈപ്പ് ക്ലാസ്സും കൂടെ പറയാം, വിച്ച് ഈസ് ബേസിക് സാൾട്ട്. അപ്പോൾ ബേസിക് സാൾട്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്?
ബേസിക് സാൾട്ട് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓഫ് ഡൈ ഓർ ട്രൈ ആസിഡിക് ബേസ് ഓഫ് ആൻ ആസിഡ് റാഡിക്കൽ. ഒരു ആസിഡ് റാഡിക്കൽ എടുക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എടുക്കുന്ന ബേസ് ഒന്നെങ്കിൽ ഡൈ ആയിരിക്കണം അല്ലെങ്കിൽ ട്രൈ ആയിരിക്കണം. ഒരു ട്രൈ ആസിഡിക് ബേസിനെയോ അതുപോലെ തന്നെ ഒരു ഡൈ ആസിഡിക് ബേസിനെയോ എടുത്തുകൊണ്ട് ആ എടുക്കുന്ന ബേസിനകത്ത് നിന്ന് ഒരു ഹൈഡ്രോക്സിൽ ആറ്റത്തിനെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ റിമൂവ് ചെയ്തില്ല, 1 or 2 ഹൈഡ്രോക്സിൽ ആറ്റംസിനെ മാത്രം റിമൂവ് ചെയ്തെടുത്തുകൊണ്ട് നമ്മൾ കോമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ബിക്കം ബേസിക് സാൾട്ട്. മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നുന്നു, എങ്കിലും ഒരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, ഉദാഹരണമായിട്ട് ഞാനൊരു ഡൈ ആസിഡിക് ബേസ് എടുക്കുകയാണ്, വിച്ച് ഈസ് ലെഡ് ഹൈഡ്രോക്സൈഡ്, PbOH2 ലെഡ് ഹൈഡ്രോക്സൈഡ് ആണ്. സോ ഞാനത് എടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ആസിഡ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ഇത് ന്യൂട്രലൈസ് ആവത്തില്ല. പകരം എന്താണ്, ഇതിൽ നിന്ന് ഓരോ ഓക്സിജൻ ആറ്റംസ് പോകും, ഒരു ഹൈഡ്രോക്സിൽ ആറ്റംസ് പോകും, പകരം ക്ലോറിൻ അവിടെ കയറും. ഫൈനലി നമുക്ക് വാട്ടറും ഉണ്ടാവും. അതായത് എന്താണ്, ഇവിടെ ഇത് സോൾട്ട് ആണെങ്കിലും ഇത് എന്ത് സോൾട്ട് ആയിരിക്കും, ദിസ് ബിക്കംസ് എ ബേസിക് സോൾട്ട്. ഇവിടെ സോൾട്ട് ക്രിയേറ്റ് ചെയ്യും, പക്ഷേ ഇതൊരു ബേസിക് സോൾട്ട് ആയിരിക്കും. കാര്യം എന്താണ്, ഒരു ഹൈഡ്രോക്സിനെ മാത്രമേ ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതർവൈസ് ദെയർ ഷുഡ് ബി ഹയർ ഹൈഡ്രോക്ലോറൈഡ്. ഞാൻ പറഞ്ഞു ന്യൂട്രലൈസേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ബേസ് കറക്റ്റ് ആയിരിക്കണം എന്ന് ആസിഡിക് സോൾട്ടിൻ്റെ കേസിൽ പറഞ്ഞു. അപ്പം ബേസിൻ്റെ കേസിന് സെയിം ആണ്. നമ്മൾ ബേസിനെ ന്യൂട്രലൈസ് ചെയ്തിട്ട് ഒരു ന്യൂട്രലാക്കി ഒരു കോമ്പൗണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആസിഡിൻ്റെ അളവ് എന്താണ്, അതിനനുസരിച്ച് ബാലൻസ്ഡ് ആയിരിക്കണം. സോ ഫോർ ദാറ്റ് കേസ്, ഇതിന് മറ്റൊരു എക്സാമ്പിൾസ് ഞാൻ പറയാം. എക്സാമ്പിൾസ് ബിക്കം PbOHCl, ലെഡ് ഹൈഡ്രോക്സിൽ ക്ലോറൈഡ് ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ MgOHCl, മഗ്നീഷ്യം ഹൈഡ്രോക്സിൽ ക്ലോറൈഡ്. അതുപോലെ തന്നെ കോപ്പർ ഹൈഡ്രോക്സിൽ നൈട്രേറ്റ്, CuOHNO3 എന്നാണ്. കൃത്യമായിട്ട് എഴുതുമ്പോൾ ഈ OHന് ബ്രാക്കറ്റ് ഇടുക, കാരണം OH ഒരു സിംഗിൾ ഗ്രൂപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ OH ബ്രാക്കറ്റ് ചെയ്താലേ ആ കോമ്പൗണ്ട് കറക്റ്റ് ആകത്തുള്ളൂ. സോ എന്തൊക്കെ പറഞ്ഞു, നോർമൽ സാൾട്ട് പറഞ്ഞു, അസിഡിക് സാൾട്ട് പറഞ്ഞു, ബേസിക് സാൾട്ട് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡബിൾ സാൾട്ട് ആണ്. ഡബിൾ സാൾട്ടിൻ്റെ പേര് കിടക്കുന്ന നമുക്ക് 2 സോൾട്ടുകളാണ്. അപ്പോൾ ഡബിൾ സാൾട്ട് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഡബിൾ സാൾട്ട്സ് ആർ ഫോംഡ് ബൈ യൂണിയൻ ഓഫ് 2 സിമ്പിൾ സോൾട്ട്. 2 സിമ്പിൾ സോൾട്ടുകളെ വാട്ടറിൽ ഡിസോൾവ് ചെയ്തതിന് ശേഷം ഒരുമിച്ച് ക്രിസ്റ്റലൈസ് ചെയ്യണം. 2 കോമ്പൗണ്ടിനും കൂടെ ഒരുമിച്ച് ക്രിസ്റ്റലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന കോമ്പൗണ്ടുകൾ തന്നെ ഡബിൾ സാൾട്ടുകൾ എന്ന് പറയുന്നത്. അപ്പം ഡബിൾ സാൾട്ടുകൾ വളരെയധികം എന്താണ് കെമിസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ടുകളാണ് ഡബിൾ സാൾട്ട് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് 2 ഡബിൾ സാൾട്ടുകളാണ് ഉള്ളത്, 2 അല്ലാതെ കൂടുതലുണ്ട്, എങ്കിലും കോമൺ ആയിട്ടുള്ള 2 ഡബിൾ സാൾട്ട് എന്ന് പറയുന്നത് പൊട്ടാഷ് ആലമാണ്. സോ പൊട്ടാഷ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, പ്രൈം കോമ്പൗണ്ടുകളിലൊന്നിൽ പൊട്ടാസ്യം ഉണ്ടാവും. സോ ദ ഫോർമുല ബിക്കം K2SO4, ഒരു കുത്തിടുക. അതിനുശേഷം എന്തിടണം, വി ഹാവ് അലൂമിനിയം ഡബിൾ സൾഫൈഡ്, ദെൻ അഗെയിൻ ഡോട്ട് 24 വാട്ടർ മോളിക്യൂളും ചേർന്നാണ് വി വിൽ ഗെറ്റ് പൊട്ടാഷ് ആലം. ഇനി അതുപോലെ തന്നെ ഒരു കോമ്പൗണ്ടാണ് മോർ അപ്പോസ്ട്രോഫിയസ് ഉണ്ട്, അതിനുശേഷം സോൾട്ടാണ്. സോ ദിസ് കോമ്പൗണ്ട് ബിക്കം ഫെറസ് സൾഫേറ്റ് ആണ്. ഫെറസ് സൾഫേറ്റിൻ്റെ കൂടെ തന്നെ ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ വി ഹാവ് അമോണിയം സൾഫേറ്റ് പ്ലസ് 6 വാട്ടർ, 6H2 കൂടെ ചേർത്താണ് എന്തെന്ന് പറയുന്നത്, ഡബിൾ സോൾട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും എന്താണ്, ഒരു തരത്തിലുള്ള സാൾട്ടിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മിക്സഡ് സോൾട്ട്. നമ്മൾ ഏതൊക്കെയാണ് ആദ്യം പറഞ്ഞ ഏതാണ്, ഡബിൾ സോൾട്ടാണ്. ഈ ഫസ്റ്റ് പറഞ്ഞ ഡബിൾ സോൾട്ട് എന്ന് പറഞ്ഞ കാര്യമാണ്. സെക്കൻഡ് നമ്മൾ പറയാൻ പോകുന്ന മിക്സഡ് സാൾട്ടാണ്. മിക്സഡ് സാൾട്ട് ആർ ദോസ് സാൾട്ട് വിച്ച് കണ്ടെയ്ൻ മോർ ദാൻ 1 ബേസിക് ഓർ ആസിഡ് റാഡിക്കൽ. ഒരു ബേസിക്കും അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആസിഡ് റാഡിക്കലിനും ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മിക്സഡ് സോൾട്ട് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് 2 എക്സാമ്പിൾസേ ഉള്ളൂ, നമുക്ക് ഇതിനകത്ത് റിയാക്ഷൻ ഒന്നുമില്ല. സോഡിയം പൊട്ടാസ്യം കാർബണേറ്റ്. ഇതിനകത്ത് നമുക്കൊരു ബേസിക് റാഡിക്കലെന്നും അസിഡിക് റാഡിക്കലും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, കാൽഷ്യം ഓക്സി ക്ലോറൈഡ്, CaOCl2 എന്ന് പറയുന്ന കോമ്പൗണ്ട്. രണ്ടിലും എന്താണ്, ഒരു ആസിഡ് റാഡിക്കലും അതുപോലെ തന്നെ ഒരു ബേസിക് റാഡിക്കലും ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ റിയാക്ഷൻസ് ഇല്ല, ജസ്റ്റ് ഇതിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് സാൾട്ട്. ഓക്കെ, കോംപ്ലക്സ് സാൾട്ട് എന്ന് നമ്മൾ ടെക്സ്റ്റിൽ റെഫർ ചെയ്തിരിക്കുന്നത്, നമുക്കിത് കൃത്യം സാൾട്ട് എന്ന് നമുക്ക് പറയാം എന്നുണ്ടെങ്കിൽ പോലും എന്താണ്, ദർ ആർ സം തിങ്സ് ടു ഡു, ദർ ആർ സം ഇമ്പോർട്ടൻറ്റ് തിങ്സ്. അതെന്താണെന്നും കൂടെ ഞാൻ പറയാം, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല.
കോംപ്ലക്സ് സാൾട്ട് ആർ ദോസ് വിച്ച് ഡിസോസിയേഷൻ ഗീവ്സ് വൺ സിമ്പിൾ അയൺ ആൻഡ് വൺ കംപ്ലീറ്റ് അയൺ. ഒരു കംപ്ലീറ്റ് അല്ല, കോംപ്ലക്സ് ആണ്. അതായത് ഡിസോസിയേഷൻ നടക്കുമ്പോൾ എന്താണ്, ഒരു കോംപ്ലക്സ് അയോണും അതുപോലെ തന്നെ ഒരു സിമ്പിൾ അയോണും തരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, കോംപ്ലക്സ് സാൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ട് എഴുതുമ്പോൾ ഒരു ബ്രാക്കറ്റും ഉണ്ട്, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ ഇടുന്നുണ്ട്. സോ ദിസ് ഇൻ ഗീവ്സ് ടേംസ് ഗീവ്സ് വി വിൽ ഗെറ്റ് എന്തൊക്കെയായിരിക്കും കിട്ടുക, Na+, സോഡിയം പ്ലസും കിട്ടും. അതുപോലെ തന്നെ AgCN ട്വൈസ് മൈനസ് ഒന്നും കിട്ടും. സോ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് സിൽവർ അമോണിയത്തിന് ട്വൈസ് ഉണ്ട്, വിച്ച് ഗീവ്സ് ക്ലോറൈഡ്. സോ ഇത്തരത്തിലുള്ള കോമ്പൗണ്ടുകൾ, ഇപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ കോമ്പൗണ്ടുകളാണ്, ഇതൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ കോമ്പൗണ്ടുകളെയൊക്കെ നമ്മൾ വിളിക്കുന്ന കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ എന്നാണ്. അത് കുറച്ചും കൂടി ഹയർ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കത്തുള്ളൂ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്താണെന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ നെയിമിങ്സ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, 4-5 നെയിം തന്നിട്ടുണ്ട്. 2-3 കറക്റ്റായിട്ടും തെറ്റാണ്, കറക്റ്റായിട്ട് നെയിം ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ നെയിമിങ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം അതിൻ്റെ നെയിമിങ് ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനല്ല, അത് കുറച്ചും കൂടി കഴിയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇരിക്കുന്ന കോമ്പൗണ്ടുകളൊക്കെ. ഇതിനകത്ത് ഒരുപാട് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് ഈ കോമ്പൗണ്ടിന്. അപ്പോൾ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ സ്റ്റീരിയോ കെമിക്കൽ പ്രോപ്പർട്ടീസും ഒക്കെ ഈ ഇത്തരത്തിലുള്ള കോമ്പൗണ്ടിലുണ്ട്. സോ ജസ്റ്റ് ഒന്ന് രണ്ട് പേര് കറക്റ്റാണ്. കാരണം അതിനകത്ത് റോമൻ ന്യൂമറൽസ് 2 എഴുതിയിട്ടുണ്ട്. ആ റോമൻ ന്യൂമറൽസ് ഉള്ളത് കറക്റ്റാണ്. റോമൻ ന്യൂമറൽസ് ഇട്ടില്ലെങ്കിൽ ആ കോമ്പൗണ്ട് കറക്റ്റ് അല്ല, അത് തെറ്റാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഇരിക്കുന്ന ഫസ്റ്റ് കോമ്പൗണ്ടിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി ആ ഇരിക്കുന്ന കോമ്പൗണ്ട് റെപ്രസെൻറ്റ് ചെയ്താലേ ആ എലമെൻറ്റ് കറക്റ്റ് ആവത്തുള്ളൂ. അത് 1-2 കോമ്പൗണ്ടിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ജസ്റ്റ് നോക്കണ്ട, ഓക്സിഡേഷൻ നമ്പർ ഉള്ളത് കൃത്യമായിട്ട് എഴുതുക. മറ്റുള്ള കോമ്പൗണ്ടിനൊക്കെയല്ല, കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ഓക്സിഡേഷൻ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ആ കോമ്പൗണ്ട് കറക്റ്റ് ആവത്തുള്ളൂ. സോ ട്രൈ ടു കറക്റ്റ് ദാറ്റ്. ഓക്കെ, അപ്പോൾ സാൾട്ടിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സോൾട്ടിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. സോ അതുവരെ എല്ലാവർക്കും ഇതുവരെയുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കാം. സോ എല്ലാവർക്കും താങ്ക് യു.